വെൽക്കം ടു ക്രാഫ്റ്റി കിച്ചൺ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായാണ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. അപ്പോൾ ഇത്താത്തയുടെ വെയിറ്റിംഗ് ആണ് വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റി കിച്ചൺ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പാസ്തയുടെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റേതായ മെത്തേഡിലാണ്. അപ്പോൾ നമുക്ക് ഇനി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 2 കപ്പ് മാക്രോൺ ബോയിൽ ചെയ്ത് വെച്ചതാണ്. പിന്നെ 2 മുട്ട, 2 മാഗി ക്യൂബ് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. പിന്നെ ഞാൻ മാഗി ക്യൂബ് എടുത്തേക്കണോണ്ട് തന്നെ കുറച്ച് ചിക്കൻ മസാല യൂസ് ചെയ്യണുള്ളൂ. മാഗി ക്യൂബ് ഇല്ലാത്തവർക്ക് ചിക്കൻ മസാല ആണെങ്കിൽ യൂസ് ചെയ്യാം. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഓയില്, നമുക്ക് വാട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ഓയില്, സവാള ഞാൻ ഒരു ഫുൾ സവാളയാണ്, വലിയൊരു ഫുൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് 3 ഞാനിങ്ങനെ ചെറുതായി കീറിയിട്ടിരിക്കുകയാണ് ഈ അളവിൽ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ്. ബോൺലെസ് ആയാലും ബോണുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഓപ്ഷണലാണ് ചിക്കൻ. പിന്നെ 1 കപ്പ് ക്യാരറ്റ് ഞാൻ ചോപ്പറും കൊണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ ക്യാബേജ് 1 കപ്പ്, അത് ഞാൻ അങ്ങനെ തന്നെ ചോപ്പർ യൂസ് ചെയ്ത് ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ഹാഫ് തക്കാളി. പിന്നെ ആവശ്യമുള്ളത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ ഇതിനനുസരിച്ച് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ 2 മുട്ട പൊട്ടിച്ച് ഒന്ന് ചിക്കി എടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇത്തിരി കുരുമുളക് പൊടി ഇട്ടതൊന്ന് ചിക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് മുട്ട ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് എഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. നമ്മൾ സാധാ വീട്ടിൽ മുട്ട ചിക്കുന്ന പോലെ നമുക്കൊന്ന് ചിക്കി എടുക്കാം. മുട്ട ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ പോലെ ഇതാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോവും. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ചിടാം. അപ്പോൾ നമുക്കിത് ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മുട്ട മാറ്റി വെച്ചു. നമുക്ക് ഞാൻ ആ പാൻ ഓഫ് ചെയ്തില്ല. നമ്മൾ അതേ ഇതിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് ക്യാരറ്റും ക്യാബേജും ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് വാട്ടിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ക്യാരറ്റും ക്യാബേജും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം.
തക്കാളി ഈ ക്യാരറ്റിൻ്റെയും ക്യാബേജിൻ്റെയും ഒപ്പം നന്നായിട്ട് മിക്സ് ആവണം. അതുപോലെ തന്നെ പച്ചമുളക് നന്നായിട്ട് കുക്കാവണം. അതിൻ്റെ ആ ഒരു തൊലിയുടെ കട്ടിയൊക്കെ ഒന്ന് നൈസായിട്ട് കുറയണം. പച്ചമുളകിൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ ശരിക്കും മാറി വരണം. നമുക്ക് ഈ സമയത്ത് നമ്മുടെ മാഗി ക്യൂബ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് നടുവിൽ ഇങ്ങനെ ഇത്തിരി ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതിനെ പൊടിച്ചിട്ട് കൊടുക്കാം. അത് 2 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. ഓയിലിൽ കിടന്ന് ശരിക്കും ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ഇപ്പോൾ മാഗി ക്യൂബൊക്കെ ഇട്ടേക്കണോണ്ട് അതിനകത്ത് നല്ല ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ശരിക്ക് ചുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാക്രോൺ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അത് ചെയ്യുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഇത്താത്തോടെ പാസ്തയൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യണോ? ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താലേ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.